കൂനിച്ചിമല സ്ഥിതി ചെയ്യുന്നത് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കുരിശുമലയുടെ അടുത്തായാണ്. രാവിലെ 5:30 തിരുവനന്തപുരം KSRTC സ്റ്റാൻഡിൽ നിന്നും വെള്ളറടയിലേക്കുള്ള ആദ്യത്തെ ബസ്സിലാണ് ഞാൻ യാത്ര തുടങ്ങിയത്. 54 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. വെള്ളറടയിൽ 7:30 ബസ് എത്തി. അവിടെ നിന്നും ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് 7:45 ആദ്യ ബസ് ഉണ്ട്. 10 രൂപയാണ് അവിടേക്കുള്ള ടിക്കറ്റ് ചാർജ്. കൂനിച്ചിമലയുടെ അടുത്തായി തന്നെ 4-5 മലകൾ വേറെയുമുണ്ട്. കാളിമല, കൊണ്ടകെട്ടിമല എന്നൊക്കെയാണ് ഇവരുടെ പേരുകൾ. കൂനിച്ചിയുടെ മുകളിൽ നിന്നും നമുക്ക് നെയ്യാർ ഡാമും നെട്ട ഡാമും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ട്രെക്കിൽ കണ്ട മലനിരകളെക്കാളും ഡാമിന്റെ ആ മാസ്മരിക ഭംഗിയെക്കാളും ഒക്കെ എന്നെ അത്യധികം ആകർഷിച്ചത് ഇവിടുത്തെ ജീവസമ്പത്താണ്. 18 ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകളുണ്ട് ഇവിടെ. നിരവധി മൃഗങ്ങളുമുണ്ട്. മ്ലാവിനെ കാണാനിടയായി. മൊത്തം മുകളിലേക്കും താഴേക്കും 6 കിലോമീറ്റർ മാത്രമേ ഇവിടെ ട്രെക്ക് ചെയ്യാനായുള്ളൂ. മുകളിൽ എത്തുവാൻ 1 മണിക്കൂറൊക്കെ മാത്രമേ എടുക്കുകയുള്ളൂ. വഴിമധ്യേ വെള്ളം കോരി കുടിക്കാനാണെങ്കിൽ ഒരു കിണറും അതുപോലെ കുറെ ചെറിയ അരുവികളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പാറക്കൂട്ടങ്ങളിൽ ചിലർ റാപ്പിലിംഗ് ചെയ്യാനായി എത്തുന്നത് കണ്ടു. തലേ ദിവസമൊക്കെ മഴയായതിനാൽ നല്ല തണുത്ത കാലാവസ്ഥ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയതെങ്കിലും വെയിലായിരുന്നു. അതും തീ പോലെ പൊള്ളുന്ന വെയിൽ. എല്ലാ ട്രെക്കിലും യാത്രയിലും നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥ ലഭിക്കണമെന്നില്ലല്ലോ. അത് തന്നെയല്ലേ വീണ്ടും വീണ്ടും ഒരിടത്തേക്ക് പോകാനായി നമ്മളെ പ്രേരിപ്പിക്കുന്നതും.
കൊണ്ടകെട്ടി മലയുടെ മുന്നിലായി വണങ്ങിക്കൊണ്ടാണ് കൂനിച്ചി മലയുടെ നിൽപ്പ്. ഉയർന്ന ജാതിയിലെ ഒരു സ്ത്രീയായി കൊണ്ടകെട്ടി മലയെയും അവരെ വണങ്ങിക്കൊണ്ട് കൂനിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായി കൂനിച്ചി മലയെയും താരതമ്യം ചെയ്യാനാകും. അങ്ങനെ ആവാം ഈ പേരു ലഭിച്ചതും. എവിടുന്നോ കേട്ട കഥയാണ് കേട്ടോ. എന്തു തന്നെ ആണെങ്കിലും വഴി നീളെ പൂമ്പാറ്റകളെ കണ്ടിട്ടുള്ള ഈ യാത്ര മറക്കാനാവാത്ത ഒരു അനുഭവമാണ് സമ്മാനിച്ചത്.